അതായത് തിരക്ക് കുറയ്ക്കാൻ വേണ്ടി 59 പുതിയ ബൂത്തുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ബൂത്തിലാകെ 400 വോട്ട്, 59 പുതിയ ബൂത്തുകൾ ഉണ്ടാക്കി. അതുകൊണ്ട് ഒരു പഴയ പോലെ വലിയ ക്യൂ ഇല്ലാതെ തന്നെ ആളുകൾക്ക് പ്രയാസമില്ലാതെ ചെയ്തു പോരാൻ പറ്റാവുന്ന രൂപമാണ്. സാധാരണ ഒരു ഓക്സിലറി ബൂത്തുകളൊക്കെ ഉണ്ടാക്കുകയും ചെയ്യും. ഇത് പെർമനന്റ് ബൂത്ത് തന്നെ 59 പുതിയ ബൂത്തുകൾ ഉണ്ടാക്കി. സാധാരണ ഒരു ബൂത്തുകൾ വർദ്ധിപ്പിക്കുമ്പോൾ 10% അല്ലെങ്കിൽ 20% ഒക്കെ വർദ്ധിക്കും. ഇതങ്ങനെയല്ല, ബൂത്തിന്റെ എണ്ണം തന്നെ ഒരു 40% ഒക്കെ വർദ്ധിച്ചു. അതുകൊണ്ട് ആളുകൾക്ക് സുഖകരമായി ഒന്ന് വോട്ട് ചെയ്യാവുന്ന സംവിധാനമുണ്ട്. എങ്കിലും വലിയ മഴയിലും കോരിച്ചൊരിയുന്ന മഴയത്തും പ്രചരണ രംഗത്ത് വലിയ ആവേശം ഉണ്ടായിട്ടുണ്ട്. അത് കലാശക്കൊട്ടാണെങ്കിലും അതിനു മുൻപിലെ സ്ഥാനാർത്ഥി പര്യടനമാണെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനമാണെങ്കിലും കുടുംബയോഗങ്ങളാണെങ്കിലും ഒക്കെ. അതുകൊണ്ട് ഏത് മഴയുണ്ടെങ്കിലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ആളുകൾ വന്ന് വോട്ട് ചെയ്യും. ഒരു നല്ല ഭൂരിപക്ഷത്തിന് സാധാരണ ഉപതെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനം കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ അതിന് വ്യത്യസ്തമായി കൂടുതൽ ആളുകൾ തന്നെ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല, എന്തായാലും പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്ന കാര്യത്തിൽ തന്നെയാണ് നമ്മുടെ പ്രതീക്ഷയുള്ളത്. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ആളുകൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഞാൻ എണ്ണി തിട്ടപ്പെടുത്തി പറയുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു ചരിത്ര ഭൂരിപക്ഷം നിലമ്പൂരുണ്ട്. നേരത്തെ അബ്ദുൽ വഹാബ് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പി.വി. അൻവർ കൂടുതൽ വോട്ട് പിടിച്ചാൽ കൂടുതൽ ഭൂരിപക്ഷം UDF-ന് കിട്ടുമെന്നാണ്. അങ്ങേക്ക് അതേ വാദമാണോ? അല്ല, ഞാനിപ്പോൾ അത്തരം സംഗതിയിലേക്ക് കിടക്കുന്നില്ല. എന്തായാലും ഈ മത്സരം UDF-ഉം UDF-ഉം LDF-ഉം തമ്മിലുള്ള നേരിട്ട് മത്സരമാണ്. പിന്നെ കുറച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അൻവർ UDF-ന്റെ വോട്ട് പിടിക്കില്ല എന്ന് അങ്ങേക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, UDF-ഉം LDF-ഉം തമ്മിലുള്ള നേരിട്ട് മത്സരമാണ്. പിന്നെ കുറെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട്. ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് വായിച്ചെടുക്കാമല്ലോ.